ചിരിക്ക് ചിരിക്ക് ചിരിച്ചേ ചിരി ചിരി ചിരി. ഇതുവരെ ഇങ്ങനൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതിനെ കുറിച്ചും നമുക്ക് അത്ര ധാരണയില്ല. ഇതിനകത്ത് കുറേ പ്രശ്നങ്ങളുണ്ട്. പിന്നെ അങ്ങനെ അങ്ങ് എടുത്ത് നോക്കുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ഈ വീഡിയോ എല്ലാവരും കാണുക, എല്ലാവരും കണ്ട് അഭിപ്രായം പറയുക. ഇതെന്താണ് മാറ്റം വരുത്തേണ്ടത് നമുക്കറിയില്ല. സൂജേ എന്താ പരിപാടി? എന്താ പരിപാടി? നീ ഇന്ന് ചിക്കൻ കറി ആക്കി. കൊറേ ആയില്ല നമ്മള് ചിക്കനൊന്നും ആക്കാത്താണ്. കുഞ്ഞാനും സുഖമില്ലാണ്ടായിട്ട് കൊറേ ആയില്ല. ഇപ്പെല്ലാം മാറി വന്നിട്ട് ഇപ്പൊ കൊണ്ട് കുറച്ച് ദിവസമായില്ലേ ചിക്കൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമുക്ക് ചിക്കൻ ഉണ്ടാക്കി. നമ്മളെന്തായിരുന്നു ഉണ്ടാക്കുന്നേ? ചിക്കൻ. അപ്പൊ ചിക്കൻ കറി ആക്കാം. നമുക്ക് ചിക്കൻ കറി ആക്കാം. ചിക്കൻ കറി ആക്കാം. അപ്പൊ നമ്മള് ഇതിന് കുറേ ആയിട്ട് സുഖമില്ല, പനിയൊക്കെ പിടിച്ച്. അപ്പം ചിക്കൻ എന്താ പറയുക, ചിക്കൻ വേണമെന്നൊക്കെ പറയണ്ടായിരുന്നു. അപ്പം നമ്മളിന്ന് ചിക്കൻ വാങ്ങി. അപ്പം നമ്മളിന്ന് ചിക്കൻ ഉണ്ടാക്കുവാണ്. അപ്പോൾ സൂജ നന്നായിട്ട് ചിക്കൻ പാചകം ചെയ്യും. അപ്പോൾ അങ്ങനെ ചിക്കൻ കറിക്കുള്ള കഷ്ണങ്ങളെല്ലാം ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുവാണ്. ഉള്ളിയും തക്കാളി, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി ഇതെല്ലാം. അപ്പോൾ ചിക്കൻ കാണുന്നില്ല, ചിക്കൻ എടുത്തു. ചിക്കൻ കാണിച്ചതാ. ചിക്കൻ നേരത്തെ മസാല ഇറക്കിയിട്ട് കുറച്ച് സമയം അങ്ങനെ ചിക്കൻ എല്ലാം മസാല എല്ലാം പെരക്കി വെച്ചിട്ടുണ്ട്. ഇതാ എടുത്ത ചിക്കൻ നോക്ക്. ചിക്കൻ അവിടെ തൊടണ്ട. കറി വെക്കണ്ടേ നമുക്ക്? ചിക്കൻ പൊരിച്ചില്ല. ഇതെന്താ? പട്ട. നല്ല മണമുണ്ട്. അതിനുള്ള മസാലകളെല്ലാം വേവിച്ച് നല്ല മണമുണ്ടല്ലേ? ഉപ്പെല്ലാം നേരത്തെ ഇട്ട് പെരക്കി വെച്ചതാണ് മസാലയിൽ. ഇനിയിപ്പം കറി ആവുമ്പോൾ നോക്കിയിട്ട് പാകം നോക്കിയിട്ട്. ചിക്കൻ വൃത്തിയാക്കിയത് ഞാനാണ് കഴുകിയത്. അപ്പോൾ നമ്മളിങ്ങനെ ചിക്കൻ കറി ഇങ്ങനെ റെഡി ആയിക്കൊണ്ട് നിൽക്കുവാണ്. ഇടക്കിടക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുക്കും. ചിക്കൻ കറി നല്ല മണം വന്നു. അപ്പോൾ സുബജ ശരിക്കും വളരെ നന്നായിട്ട് ചിക്കൻ കറി വെക്കുന്ന ഒരാളാണ്. അപ്പോൾ അത് സുബജനെ മുന്നിലേക്ക് പറയുന്നില്ല. പൊതുവെ ഏത് കറിയും സുബജ ഉണ്ടാക്കിയാലേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടലുണ്ട്. പക്ഷെ എന്നാലും അമ്മ ഉണ്ടാക്കുന്ന കറി വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. പക്ഷെ എന്നാലും എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടം ഉണ്ടായിരുന്ന എൻ്റെ അമ്മമ്മ ഉണ്ടാക്കുന്ന കറിയാണ് ഏറ്റവും ഇഷ്ടം. അതായത് അമ്മ ഉണ്ടാക്കുന്നതിനേക്കാൾ കൂടുതൽ അമ്മമ്മ ഉണ്ടാക്കുന്ന കറി എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അമ്മമ്മക്ക് കൈപ്പുണ്യം എന്നെല്ലാം പറയുന്നത് ഞാൻ ശരിക്കും പറഞ്ഞാൽ അമ്മമ്മേൻ്റെ കറി കൂട്ടിയിട്ടാണ്. പിന്നെ സുബജ വന്നതിന് ശേഷം സുബജ വളരെ നന്നായിട്ട് പാചകം നന്നായിട്ട് ചെയ്യും. പക്ഷെ അതിനകത്ത് ഒരു മറ്റൊരു വിഷയം എന്ന് വെച്ചാൽ സുബജേൻ്റെ വീട് പയ്യന്നൂരാണ്, കവ്വായിൽ. അപ്പോൾ പുഴ വിഭവങ്ങളെല്ലാം ഇഷ്ടംപോലെ കിട്ടുന്ന മീൻ, ഞണ്ട് എന്നുകൊണ്ട് എല്ലാ സംഗതികളും ഇഷ്ടംപോലെ കിട്ടുന്ന ഒരു സ്ഥലത്താണ് സുബജയുള്ളത്. അതുകൊണ്ട് തന്നെ സുബജയ്ക്ക് എല്ലാ ഭക്ഷണങ്ങളും പരീക്ഷിക്കാനുള്ള ഒരുപാട് അവസരങ്ങളുണ്ട്. പക്ഷേ എന്തെങ്കിലും ചെറുപ്പകാലം ദാരിദ്ര്യം എന്നങ്ങനെ പറയാൻ പറ്റൂല. എന്നാലും അമ്മക്കായാലും ഒരുപാട് പരീക്ഷിച്ച് നോക്കാനുള്ള അവസരങ്ങൾ കുറവാണ്. അതായത് പലപ്പോഴും വന്ന് ചിക്കൻ വാങ്ങും. അന്നത്തെ കാലത്ത് എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും. അതുകൊണ്ട് അമ്മ അങ്ങനെ എല്ലാ ഭക്ഷണങ്ങളും ഇങ്ങനെ പരീക്ഷിച്ച് നോക്കാനുള്ള അവസരങ്ങളെല്ലാം വളരെ കുറവ് തന്നെയാണ്. പക്ഷെ സുബജനെ സംബന്ധിച്ച് അങ്ങനെയല്ല.
സുബയ്ക്കെല്ലാം പരീക്ഷ നോക്കാനുള്ള അവസരം അല്ലേ എല്ലാം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ കാലത്തിൽ എല്ലാ പെൺകുട്ടികൾക്കും അങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ ചിക്കൻ കറി ആക്കുമ്പോൾ എനിക്ക് എൻ്റെ ചെറുപ്പകാലത്തുള്ള ഒരു ഓർമ്മ എന്താണെന്ന് വെച്ചാൽ, പണ്ട് നമ്മളെ പിഞ്ഞാണപ്പാറയിൽ മാമ എന്ന് പറഞ്ഞതാണ്. ഈ പോത്തിനെ കൊന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഇറച്ചി കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ എല്ല് വേറെ തന്നെ ബാക്കി വരും. ഈ എല്ല് ഇപ്പം എൻ്റെ അച്ഛൻ ഉണ്ടെങ്കിൽ അച്ഛനോട് പറയും എല്ല് വേണമെങ്കിൽ ഒന്ന് വാങ്ങിക്കുമെന്ന് പറയും. അപ്പോൾ അതിന് പൈസ കൊടുത്തിട്ടാണോ അല്ലാണ്ടാണോ എന്ന് അറിയില്ല, എല്ല് മാത്രം വാങ്ങും. പക്ഷെ എൻ്റെ ചെറുപ്പകാലത്തൊന്നും അറിയില്ല ഇത് എല്ല് മാത്രമാണ് ഈ വാങ്ങിക്കൊണ്ടിരുന്നത് അറിയില്ല. അത് കൊണ്ടുവന്ന് എല്ലിൻ്റെ പീസ് മുറിച്ച് അതിനകത്ത് ചെറിയ ഇറച്ചികൾ പറ്റി പിടിച്ചിട്ടുണ്ടാവും. അതാണ് നമ്മൾ കറി വെച്ചിട്ടുണ്ട് ചെറുപ്പത്തിൽ. പക്ഷെ അത് ഇങ്ങനെ എല്ല് മാത്രമാണ് നമുക്ക് തന്നതെന്ന് എനിക്കറിയില്ല. അത് അച്ഛൻ അന്നിങ്ങനെ വാങ്ങിക്കൊണ്ട് വന്ന് അച്ഛൻ ഒരു തവണ എങ്ങാനും പറഞ്ഞിങ്ങനെ അത് എല്ല് മാത്രമാണ്, അതായത് പൈസ കൊടുക്കാണ്ട് അത് അവർ കളയാൻ വെച്ച സാധനം അതിനകത്ത് കുറച്ച് പറ്റി പിടിച്ചിട്ടുണ്ടാവും, അതുകൊണ്ട് കറി വെച്ചിട്ടൊക്കെ ചെറുപ്പത്തിൽ കഴിച്ചിട്ടുണ്ട്. അതൊക്കെ ഒരുപാടൊരു ഓർമ്മയാണ്. സുബജൻ്റെ അമ്മ എനിക്കൊന്നും അത്ര ഭയങ്കര പാചകരാണിയാ എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അങ്ങനെയുള്ളടത്ത് നീ ഇങ്ങനെ ഉണ്ടാക്കുന്ന, പക്ഷെ സുബജന്റെ ആന്റി നന്നായിട്ട് ഭക്ഷണം വെക്കും അല്ലേ? ആന്റി അങ്ങനെ പരീക്ഷിക്കാൻ തുടങ്ങി. പക്ഷെ അല്ല അതിനോട് കുറെ സുബജന്റെ അമ്മേനെ കുറ്റം പറയുന്നില്ല. കാരണം വെച്ചാൽ സുബജന്റെ അമ്മ ഒരുപാട് ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ്. ഇപ്പൊ ഓരോരുത്തർക്കും ഓരോന്നിലായിരിക്കും കഴിവുണ്ടാവും. ഇപ്പൊ അമ്മക്ക് ഇപ്പൊ ഇങ്ങനെ ഇറച്ചിക്കറിയാണല്ലോ. അമ്മേന്റെ ഫേവറേറ്റ് എന്ന് പറയുന്നത് മുളകിട്ട മീൻകറി. അല്ല ആ അമ്മേന്റെ പറയുന്ന വെച്ചാലേ, അതായത് സുബജന്റെ അമ്മ ഒരുപാട് പണിക്കെല്ലാം പോകുന്ന ആളാണ്. വീടുകളിലെല്ലാം കൂലിപ്പണിക്കെല്ലാം പോകുന്നത്. അപ്പോൾ ഈ പണിയെല്ലാം കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ആർക്കും പരീക്ഷിച്ച് നോക്കാനൊന്നും അങ്ങനെ വലിയ താല്പര്യം ഉണ്ടാവില്ല. എങ്ങനെയെങ്കിൽ എന്തൊക്കെ ഉണ്ടാക്കി കഴിച്ച് വേഗം കിടന്നുറങ്ങുകയെന്നല്ലാണ്ട് അതൊരു അതിനകത്ത് ഒരു എടുത്ത് പറയേണ്ട സംഭവമാണ്. പക്ഷെ അതായത് എന്നാലും ഞാൻ പറഞ്ഞത് ഇതാണ്, സുബജയുടെ അമ്മ അത്ര പാചകം ചെയ്യില്ലെങ്കിലും സുബജ നന്നായിട്ട് ചെയ്യും എന്നുള്ളതാണ്. സുബജന്റെ അച്ഛൻ നന്നായിട്ട് ഭക്ഷണം വെക്കും. അച്ഛനുണ്ടാക്കും, അനിയനുണ്ടാക്കും. അനിയനാണ് വെറൈറ്റി പരീക്ഷിക്കുന്നതാണ്. നമ്മള് വീട്ടിൽ പോയി കഴിഞ്ഞാല് സുബജന്റെ അനിയന്റെ പേര് നിതിൻ ഒരു ഫുഡ് സ്പെഷ്യലിസ്റ്റ് അല്ലേ? വീഡിയോയിൽ ഇതുവരെ കണ്ടിട്ടില്ല. വീട്ടില് നമ്മള് സുബജന്റെ വീട്ടുകാരെ ആരും കാണിക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല. അതിനുള്ള പോകുമ്പോ എല്ലാരും കാണിക്കും. സുബജ ചിക്കൻ ഏകദേശം വെക്കാനായിനാ സുബജ? ഇതിപ്പോ വെള്ളം ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്. ചിക്കൻ്റെ മണം നല്ല മണം വന്നിട്ടുണ്ട്. ഇനിയും കുറച്ചും കൂടി വെള്ളം ഇറങ്ങി വരണം. ഇതിലിപ്പോ നമ്മള് കുരുമുളകൊന്നും ഇട്ടിട്ടില്ല. ഏകദേശം കറി ആവാനാവുമ്പോ മതിരിക്കും. അല്ല അപ്പൊ നമ്മൾ ഈ വീഡിയോ ചെയ്യുമ്പോ അമ്മ ഇവിടെ ഇല്ല. അമ്മ പിന്നെ അമ്മ ഒരു തുല്യത ക്ലാസ്സിന് പോയിട്ടാണ്. 10ാം ക്ലാസ്സാ. 10ാം ക്ലാസ്സിന്റെ ഒരു തുല്യത ക്ലാസ് ഉണ്ട്, അതിന് പോയിട്ടല്ല. അതെല്ലാം ഞായറാഴ്ച അന്ന് ക്ലാസ്. തമാശാക്കിയതല്ല, അതൊരു വലിയ കാര്യമാണ്. അപ്പൊ അമ്മ അതിന് പോയിട്ടുള്ള. അമ്മ വരുമ്പോഴത്തേനും ചിക്കൻ കറി റെഡി ആയിരിക്കും അല്ലേ? അമ്മ ഞെട്ടും. പിന്നെ എൻ്റെ ഏച്ചിൻ്റെ മോൻ വന്നിട്ടുണ്ട്. മോൻ നവോദയ സ്കൂളിലാണ് പഠിക്കുന്നത്. അപ്പോൾ +1 പഠിക്കുന്നത് മരുമോൻ. അപ്പോൾ അവൻ നാളെ ഇങ്ങോട്ട് വരും. ചേച്ചിൻ്റെ വീട് ചെക്കിക്കുളത്താണ്. അപ്പോൾ അവൻ നാളെ ഇങ്ങോട്ട് വരും. അപ്പോൾ അവന് കൂടി എല്ലാം കൂടിയാണ് ഇങ്ങനെ ആക്കാന്ന് വിചാരിച്ചത്. അവൻ വരുന്നതുകൊണ്ട്. പക്ഷെ നാളെ വരുന്നതിന് ഉണ്ടാവുമോ എന്നുള്ളൊരു സംശയമുണ്ട്. ചിരിച്ചേ ചിരി ചിരി ചിരി. അച്ഛന് ചിക്കനൊന്നും അങ്ങനെ ഇഷ്ടമല്ല വെച്ചാൽ ഇഷ്ടമായിരുന്നു. അച്ഛനിങ്ങനെ സുഖമില്ലാണ്ടായതിന് ശേഷം അച്ഛൻ അങ്ങനെ ചിക്കൻ കറിയോടൊന്നും ഒരുപാട് താല്പര്യമൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, അച്ഛൻ പണ്ട് മാമേൻ്റെ അടുത്തുനിന്നേ മാമയില്ലേ കാക്കയുടെ അടുത്ത് മാമേൻ്റെ അടുത്ത് എല്ല് മാത്രം വാങ്ങിയ കഥ ഞാൻ പറഞ്ഞിപ്പോൾ. അച്ഛനിപ്പോൾ അതൊന്നും അങ്ങനെ ഓർമ്മയില്ല. പഴയ കാര്യങ്ങളൊന്നും അച്ഛന് തലക്കൽ ഓപ്പറേഷൻ ചെയ്ത് തന്നെ. അച്ഛനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇതുവരെയൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഓർമ്മകളുണ്ട് അച്ഛൻ്റെ. ഇങ്ങനെ പഴയ കാലത്തെ ഒരുപാട് കാര്യങ്ങൾ. ഞാൻ നേരത്തെ ചിക്കൻ്റെ കഥ പറഞ്ഞ പോലെ. നീല പറഞ്ഞ വെള്ളം ഒഴിക്കണ്ടാവും. അല്ല, ഇത് വെന്തു. ഇനി കറിക്ക് പാകത്തിനുള്ള വെള്ളം വേണ്ടേ? അതിനുള്ള വെള്ളം ഒഴിക്കാം. കുറച്ച് വെള്ളം ചേർക്കുന്നുണ്ട്. 10 മിനിറ്റ് തിളപ്പിക്കണം. കറിവേപ്പിലിടാൻ മറന്നു. ചിക്കൻ ഒന്ന് ചെന്നാൽ കഴിക്കാൻ പറഞ്ഞ് ആക്കുന്നുണ്ടാ? ഇന്നാള് പൊറോട്ട ഒക്കെ ഉണ്ടാക്കിയില്ല, അത് ഉണ്ടാക്കിയാലോ? പൊറോട്ട അല്ല, അത് പേര്
അത് യൂട്യൂബിൽ ഇങ്ങനെ വേറൊരു ചാനലിൽ കണ്ടിട്ട് അത് മൈദയല്ലേ അത്? മൈദ തന്നെ. അതുണ്ടായിക്കോ, നല്ല ടേസ്റ്റ് ഉണ്ടാവും. പൊറോട്ട അല്ല, പൊറോട്ടക്ക് പകരം മടക്കപ്പം അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു അതിന്റെ പേര്. ആ ചിക്കൻ ആകട്ടെ, ആയാടും തരേ. ആ ഇപ്പം ആവും കേട്ടാ. ചിക്കന് മണം വരുന്നുണ്ട്. ആ ഇപ്പം തരാം കേട്ടാ. ചിക്കൻ വെട്ടി തിളക്കുന്നുണ്ടല്ലേ? നല്ലോണം തിളക്കട്ടെ. അപ്പോൾ സോജ ചിക്കൻ്റെ ഒപ്പം കഴിക്കാൻ വേണ്ടിയുള്ള ആട്ടപ്പൊറോട്ട എന്ന് വിചാരിക്കുന്നു. അപ്പോൾ സോജ ആട്ടപ്പൊറോട്ടക്കുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഉള്ളത്. ഗോതമ്പല്ലേ? അല്ല, ഗോതമ്പിന് ഇട്ടിച്ച് പിഴിഞ്ഞ്. കുറച്ച് കുറവാണ്. ഞാൻ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല പൊറോട്ട. മൈദേൻ്റെ പൊറോട്ട ആക്കിയിട്ടുണ്ട്. രണ്ട് തവണയല്ലേ നമ്മളാക്കിയത്? മൈദേൻ്റെ. പക്ഷെ ഞാൻ ആട്ടേണ്ടത് നമ്മള് ഹോട്ടലിൽ നിന്ന് ടേസ്റ്റ് ഉണ്ടായിരുന്നു, അന്ന് ഉണ്ടാക്കി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പൊറോട്ടേനേക്കാളും ഒരു ടേസ്റ്റുള്ള സംഭവം അല്ലേ? നല്ല ടേസ്റ്റ്, നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു അത്. ചിക്കൻ ആകുന്നല്ലേ ഉള്ളൂ. കുറച്ചോട്ടെ ചൂടാക്കല്ലേ. എരിവല്ലേ? കുറച്ച്. അപ്പൊ നമ്മള് ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. നീ ഉപ്പ് എരിവ് മുളക് ഇട്ടില്ലേ? ഓക്കെ. അപ്പോൾ സുബജ ആട്ടപ്പൊറോട്ട ഉള്ള ഒരുക്കത്തിലുള്ളത്. ഇപ്പം തുടങ്ങും ആട്ടപ്പൊറോട്ട ഉണ്ടാക്കുക. ഓക്കെ. അത് അമ്മ വന്നിട്ടുണ്ട്. അപ്പം അമ്മ ക്ലാസ്സിന് പോയിട്ട് വന്നിട്ടുണ്ട്. നമ്മളെ ചിക്കൻ കറി ആക്കിയതാ സൂച. മണക്കുന്നുണ്ട്. എന്തൊക്കെ ചേർക്കാനുണ്ടാ? ഉള്ളി പറഞ്ഞു പോയാ? കുഞ്ഞുള്ളി ഇട്ടത്. ഉള്ളി കുറവാണ്, അതിന്റെ രുചി വ്യത്യാസമുണ്ട്. പൊറോട്ടക്കുള്ള മാവ് റെഡി ആയി കൊണ്ടുവെക്കുന്നുണ്ട്. ഇത്രയും കാലം നമ്മളിങ്ങനെ ഷോർട്ട് വീഡിയോകൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ, കണ്ടന്റ് ഉള്ള ചെറിയ ചെറിയ വീഡിയോകൾ. അപ്പോൾ ഇതുവരെ ഇങ്ങനൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതിനെക്കുറിച്ചും നമുക്ക് അത്രയുള്ള ധാരണയില്ല. ഇതിനകത്ത് കുറേ പ്രശ്നങ്ങളുണ്ട്. പിന്നെ അങ്ങനെ അങ്ങ് എടുത്ത് നോക്കുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു അല്ലേ? അത് ആ ഭക്ഷണം ഉണ്ടാക്കുന്ന വീഡിയോസും അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും കാണുക, എല്ലാവരും കണ്ട് അഭിപ്രായം പറയുക. ഇതെന്താണ് മാറ്റം വരുത്തേണ്ടത് നമുക്കറിയില്ല. അപ്പോൾ ഇനിയിപ്പം പൊറോട്ടക്കുള്ള അത് അവിടെ റെഡി ആയിട്ടുണ്ട്. അത് നമ്മളിനി ഇത് ശേഷം അത് ഉണ്ടാക്കണം, കഴിക്കണം, അച്ഛന് കൊടുക്കണം, എല്ലാവരും കഴിക്കണം. പൊറോട്ട അടിക്കൽ എനിക്ക് അത്ര വലിയ ഇതില്ല, അതുകൊണ്ട് പൊറോട്ട അടിക്കുന്നത് ഏട്ടനാണ്. പൊറോട്ട